ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വൺ ആൻഡ് ഓൺലി കസുയ മിഷിമയുടെ ഹിസ്റ്ററിയാണ്. അപ്പോൾ ഗൈസ്, കസുയ മിഷിമയുടെ ഹിസ്റ്ററി അറിയുന്നതിന് മുന്നേ നിങ്ങൾ ഉറപ്പായിട്ടും കസുയയുടെ അമ്മയായ കസൂമി മിഷിമയുടെ ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം. കാരണം രണ്ടുമായിട്ട് ഏറെക്കുറെ ഒരു ഇത്തിരി കണക്റ്റഡ് ആണ്. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്ത് ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഗൈസ്, സ്റ്റോറി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ കസൂമീനെ ഹിഹാജി ഡിഫീറ്റ് ചെയ്യും. അതായത് ടോട്ടലി കൊന്നു കളയുമ്പോഴത്തേക്കും ഹിഹാജിക്ക് ഒരു ഡൗട്ട്, ഇവളെ ഡെവിലാണല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ കസൂമിക്ക് ഹിഹാജിക്ക് ഒരു മോനുണ്ടെന്ന് പറഞ്ഞില്ലേ, കസുയ. അപ്പോൾ കസുയയുടെ ഉള്ളിലും ഈ കസൂമിയിൽ നിന്ന് ഡെവില് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഹിഹാജി നല്ല ക്ലാസ് ബുദ്ധി പ്രയോഗിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് കസുയക്ക് 5 വയസ്സേ പ്രായമുള്ള ആ പാവം കസുയനെയും പിടിച്ചോണ്ട് ഒരു വലിയ മൊട്ടക്കുന്നിൻ്റെ മേളിലേക്ക് ചെന്ന് കയറും. ഒരു വലിയ കൊക്കയൊക്കെ ഉള്ള സ്ഥലമാണ് ആ മലയുടെ താഴ്വാരം. അവിടെ ചെന്നിട്ട് കസുയ എടുത്ത് പറയും, എടാ ഞാൻ നിൻ്റെ അമ്മേനെ കൊന്നു കളഞ്ഞെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കും കസുയക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുമാതിരി ട്രോമ അടിച്ച പോലെയോ. അങ്ങനെ കസുയെ ഹിഹാജിയും കൂടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഏത് 5 വയസ്സുള്ള കസുയ 50 വയസ്സുള്ള ഹിഹാജിയും കൂടി. ഹിഹാജി പുഷ്പം പോലെ കസുയനെ തോപ്പിച്ചിട്ട് ആ വലിയൊരു കൊക്കയിലോട്ട് അങ്ങ് എടുത്തെറിയും. അപ്പോഴത്തേക്ക് ഹിഹാജി പറയും, നിൻ്റെ ഉള്ളിൽ ഡെവിലുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും എന്നെ കൊല്ലാൻ വേണ്ടി തിരിച്ചു വരുമെന്ന് പറയും. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഹിഹാജി ടെക്കൺ 1 അനൗൺസ് ചെയ്യും. അതായത് ഈ ഗെയിമിൻ്റെ തുടക്കം. ആ ടെക്കൺ 1 കസുയ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഹിഹാജിയുടെ സംശയം പോലെ തന്നെ കസുയയുടെ ഉള്ളിൽ ഡെവിലുണ്ട്. ടെക്കൺ 1 കസുയ ഹിഹാജിനെ ഡിഫീറ്റ് ചെയ്തിട്ട് കസുയ ഹിഹാജിനെ ഒരു വലിയ മലയുടെ മേളിൽ നിന്ന് താഴത്തേക്കിടും. അതായത് പണ്ട് കസുയനെ എങ്ങനെയാണോ ഹിഹാജി ഒരു കൊക്കയിലോട്ട് ഇട്ടത്, അതേപോലെ തന്നെ കസുയ ഹിഹാജിനെ ഒരു വലിയ കൊക്കയിലോട്ട് തിരിച്ചു വിടും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊക്കയിലോട്ട് ഇട്ട് കളിക്കലാണ് ഇവരുടെ പരിപാടി. ഇതിന് ശേഷം ടെക്കൺ 1 ശേഷം ഇവരുടെ കറക്റ്റ് പരിപാടി അതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊക്കയിലോട്ട് എങ്ങോട്ടെങ്കിലൊക്കെ വലിച്ചെറിയും സ്വയം. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം എന്താണ് കസുയ ടെക്കൺ 2 അനൗൺസ് ചെയ്യും. ടെക്കൺ 2 അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും ഹിഹാജി ടെക്കൺ 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഏത് കൊക്കയിലോട്ട് വീണ ഹിഹാജി. ഈ പുള്ളിനെ എന്ത് ചെയ്താലും ഈ ഹിഹാജി മരിക്കില്ല. നമ്മളൊരു ആറ്റം ബോംബ് എടുത്ത് പുള്ളിയുടെ അണ്ണാക്കിലിട്ട് പൊട്ടിച്ചാൽ പോലും പുള്ളി മരിക്കില്ല. അമ്മാതിരി പവറാണ്. ഞാൻ അങ്ങനെ പറയാനൊരു റീസൺ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ ടെക്കൺ 2 ഹിഹാജി പിന്നെയും കസുയനെ ഡിഫീറ്റ് ചെയ്തിട്ട് ഇപ്രാവശ്യം ലാവയിലേക്ക് ഇടും. ഏത് ഒരു വലിയ വോൾക്കാനോൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് കസുയനെ കബാബാക്കും. അതിനുശേഷം കസുയനെ പിന്നെ ടെക്കൺ 3 കാണൂല. കാരണം ടെക്കൺ 3 കസുയയുടെ മോനായ ജിൻ കസാമേനെ വെച്ച് കസുയനെ റിപ്ലേസ് ചെയ്യും. ടെക്കൺ 4 എത്തുമ്പോഴത്തേക്കും ജി കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട്. ആ അസോസിയേഷനിൽ സയൻറ്റിസ്റ്റുകളൊക്കെ കൂടി ചേർന്നിട്ട് കസുയനെ റിക്കവർ ചെയ്തെടുക്കും. കസുയയുടെ മുഖം മൊത്തം കരിഞ്ഞ് മുഖം പകുതി മുക്കാലും കരിഞ്ഞ് ഏറെക്കുറെ ഫുൾ സീനായി കിടക്കിയിരിക്കും. പക്ഷെ എന്നാലും കസുയനെ ഒരുവിധം റിക്കവർ ചെയ്തെടുക്കും. പക്ഷേ കസുയയുടെ ഉള്ളിൽ ഡെവിലുള്ളതുകൊണ്ട് തന്നെ കസുയയുടെ ഒരു കണ്ണെപ്പോഴും ചുവന്നിരിക്കുകയുള്ളൂ. അങ്ങനെ ടെക്കൺ 4 ഹിഹാജിയും കസുയയും കൂടി ഫൈറ്റ് ചെയ്യുമെങ്കിലും വലിയ കാര്യമൊന്നും സംഭവിക്കില്ല, ഡ്രോ ആവും. പിന്നെ ടെക്കൺ 5 എന്താണ് കസുയയും ഹിഹാജിയും കൂടി ഒന്നും കൂടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡോജോടെ അകത്തേക്ക് ചെല്ലും. അവിടെ ചെന്നിട്ട് രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ജാക്ക് റോബോട്ട്സ് അറ്റാക്ക് ചെയ്യും. എവിടെ നിന്നോ വന്ന് അറ്റാക്ക് ചെയ്യും. ആരോ പറഞ്ഞു വിട്ട പോലെ ജാക്ക് റോബോട്ട്സ് ഹിഹാജിനെയും കസുയനെയും കൊല്ലാൻ വേണ്ടി അറ്റാക്ക് ചെയ്യും. ആ സമയത്ത് ഹിഹാജിയും കസുയയും കൂടി വെറുതെ ടീം അപ്പ് ചെയ്തിട്ട് ജാക്ക് റോബോട്ട്സിനെ അറ്റാക്ക് ചെയ്യും. അതിൻ്റെ ഒരുവിധ ഫൈറ്റ് ഒന്ന് കൊഴുത്ത് വരുമ്പോഴത്തേക്കും കസുയ എന്ത് ചെയ്യും, നൈസായിട്ട് ഈ ജാക്ക് റോബോട്ട്സിൻ്റെ ഇടക്കോട്ട് ഹിഹാജിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് കസുയ നൈസിന് സ്കൂട്ടാവും. ഹിഹാജിനെ കൊല്ലാൻ വേണ്ടി എല്ലാ ജാക്ക് റോബോട്ട്സും കൂടി സെൽഫ് ഡിസ്ട്രക്റ്റ് ചെയ്യും, സ്വയമായിട്ട് പൊട്ടിത്തെറിക്കും. അങ്ങനെ ആ ഡോജോ മൊത്തം പൊട്ടിത്തെറിക്കും, ജാക്ക് മൊത്തം പൊട്ടിത്തെറിക്കും. മൊത്തത്തിൽ ഒരു ഫുൾ മൊത്തം പൊട്ടിത്തെറിക്കും. ആ ഡോജോയും പൊട്ടിത്തെറിക്കും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഹിഹാജിയുടെ ഫാദറായ ജിൻപാച്ചിനെ ഹിഹാജി ആ ഡോജോയുടെ അടിയിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ ആ ഡോജോ പൊട്ടിത്തെറിച്ചപ്പോഴത്തേക്ക് ജിൻപാച്ചി ഫ്രീ ആവും. ജിൻപാച്ചി ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്കൺ 5 അനൗൺസ് ചെയ്യും. ടെക്കൺ 5 വെച്ചാണ് ഹിഹാജി എന്നാണ് വായിൽ തന്നെ ഗൈസ് കസുയ ജിൻപാച്ചിനെ ആദ്യമായിട്ട് കാണുന്നത്. കസുയയുടെ ഗ്രാൻഡ് ഫാദറാണ് ജിൻപാച്ചി.
കസുയ ജിൻപാച്ചിനെ ആദ്യമായിട്ട് കാണുന്നു. അവർ തമ്മിൽ സംസാരിക്കുമ്പോഴത്തേക്കും ജിൻപാച്ചി പറയും, എടാ എനിക്കൊരു ഗോസ്റ്റിൻ്റെ ശാപമുണ്ട്, ആ ശാപത്തിൽ നിന്ന് എനിക്ക് മുക്തി കിട്ടണമെങ്കിൽ ആരെങ്കിലും എന്നെ ഡിഫീറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോഴത്തേക്കും കസുയക്ക് ജിൻപാച്ചിയുടെ ആ സമയത്ത് ഒരു ഇത്തിരി സ്നേഹം ഉണ്ടാവും. ആ സ്നേഹം വെച്ചിട്ട് കസുയ ഫൈറ്റ് ചെയ്യും, ജിൻപാച്ചിനെ ഡിഫീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കസുയക്ക് വല്ലാത്തൊരു വിഷമം തോന്നും. സ്വന്തം ഗ്രാൻഡ് ഫാദറിനോട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നല്ലോ ഉള്ളൊരു വിഷമം. അങ്ങനെ ഒരു നൈസിലൊരു ബോണ്ടിങ്ങിൻ്റെ ഒരു സീനായി വരുമ്പോഴത്തേക്കും എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കസുയുടെ തലക്ക് പിടിച്ചിട്ട് കസുയ നൈസിന് ഒരൊറ്റയടിക്ക് ജിൻപാച്ചി മിഷിമേനെ ക്ലോസ് ചെയ്യും. അത് സ്വന്തം ഗ്രാൻഡ് ഫാദറിനെ തന്നെ തട്ടിക്കളയും. കുറച്ചു നേരം മുന്നേ സ്നേഹം കാണിച്ച് നിന്നവരാ. കസുയ ജിൻപാച്ചിനെ കൊന്നിട്ട് ആ കമ്പനിയുടെ ഓണറാവും. ഏത് ഹിഹാച്ചി ഭരിച്ചുകൊണ്ടിരുന്ന കമ്പനിയുടെ ഓണറാവും. ശരിക്കും അത് ജിൻപാച്ചിയുടെ കമ്പനിയാണ്, പക്ഷെ ഇപ്പോൾ അത് നോക്കി നടത്തുന്നത് കസുയ മിഷിമയാണ്. അങ്ങനെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ഹിഹാച്ചി മിഷിമ ഇപ്പോഴും ജീവനോടെയുണ്ടല്ലോ. അപ്പോഴത്തേക്കും കസുയയും ഹിഹാച്ചിയും കൂടി തീരുമാനിക്കും ഇവരുടെ യുദ്ധം ഈ ഒരു ഫൈറ്റോടുകൂടി തീരണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഒരു വോൾക്കാനോൻ്റെ അങ്ങോട്ട് ചെന്നിട്ട് മീറ്റ് ചെയ്യാന്ന് പറയും. അവിടെ വെച്ച് ഒരു 1.5 ഫൈറ്റ് ഉണ്ട് ഗൈസ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഫീല് കിട്ടില്ല. നിങ്ങൾ വീഡിയോ കഴിഞ്ഞിട്ട് നേരെ ഒന്ന് യൂട്യൂബിൽ ചെന്നിട്ട് ടെക്കൻ 7 ക്ലൈമാക്സ് ഫൈറ്റിൽ നിന്ന് അടിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്കത് കാണാൻ പറ്റും. നിങ്ങളൊന്ന് കണ്ടു നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കുള്ള ഫീല് കിട്ടും. ആ ഫൈറ്റിൽ 2 പേരും ഫുൾ പവറിൽ ഫൈറ്റ് ചെയ്യും. ഹിഹാച്ചിനെ തോൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് കസുയ ആദ്യം സ്വന്തം ലേസർ ഐ ഓപ്പൺ ചെയ്യും. മൂന്നാമത് കസുയക്ക് ഒരു കണ്ണൂര്, അത് ഡെവിലിൻ്റെ കണ്ണാണ്. ആ ലേസർ ഐ വെച്ച് ഫൈറ്റ് ചെയ്യും. അതിലും തോൽപ്പിക്കാൻ പറ്റാത്തപ്പോൾ കസുയ ഡെവിൽ ഫോമിലോട്ട് ട്രാൻസ്ഫോം ആയിട്ട് ഹിഹാച്ചിനെ തോൽപ്പിക്കാൻ പറ്റില്ല. പുള്ളിക്കാരൻ ഇടിച്ച് പദം വരുന്നു കസുയനെ. ഈ ഡെവിൽസും ക്ഷീണിക്കും ഗൈസ്. അവരുടെ പവർ കുറഞ്ഞ് വരുമ്പോഴത്തേക്കും ഡെവിൽസ് നൈസിന് സ്വിച്ച് ഓഫ് ആയി പോകും. പിന്നെ ആ ആള് ബേസ് ഫോമിലായിരിക്കും, സ്വന്തം ഹ്യൂമൻ ഫോമിലായിരിക്കും. പിന്നെ ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്ക് ഹിഹാച്ചിയും കസുയയും കൂടി ബേസ് ഫോമിൽ ഫൈറ്റ് ചെയ്ത് രണ്ടുപേരും ക്ഷീണിച്ച് ചാവാറായ അവസ്ഥയിലാണ്. അവസാനം കസുയ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അമ്മേനെ കൊന്നതും ഇവനെ വലിയ കൊക്കയിലോട്ട് ഇട്ടതും ഇവൻ്റെ സാമ്രാജ്യം മൊത്തം പിടിച്ച് വാങ്ങിയതും എല്ലാം ഓർത്തിട്ട് ഉള്ള സർവ്വശക്തി മുഴുവൻ എടുത്തിട്ട് ഒറ്റ ഇടിക ഈ ഹിഹാച്ചിക്ക് ഇട്ടു. ഒരു ഫൈനൽ ബ്ലോ. ആ ഫൈനൽ ഹിഹാച്ചിയുടെ ഹാർട്ട് ബീറ്റ് നിൽക്കും. അങ്ങനെ പുള്ളിക്കാരൻ മരിക്കും. ഇങ്ങനെ പുള്ളി മരിച്ചിട്ടുണ്ടോ ഇല്ലയോ, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അങ്ങനെ ഹിഹാച്ചിനെ ഒരുവിധം കൊന്നു എന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഹിഹാച്ചി മിഷിമയുടെ ഹിസ്റ്ററി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഹിഹാച്ചി മരിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ. ഹിഹാച്ചിനെ കൊന്നിട്ട് കസുയ ലാവയിലേക്ക് ഇടും. അങ്ങനെ കസുയ പിന്നെ ഈ മിഷിമ സൈബാർട്സിൻ്റെയും ജി കോർപ്പറേഷൻ്റെ ലീഡറും. അപ്പോൾ ഗൈസ്, ഇതാണ് കസുയ മിഷിമയുടെ ഹിസ്റ്ററി. നിങ്ങൾക്ക് കസുയ മിഷിമയുടെ ഹിസ്റ്ററി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഉടനെ തന്നെ ഹിഹാച്ചി മിഷിമയുടെ ഹിസ്റ്ററിയായി വരുന്നതാണ്. പിന്നെ ഗൈസ്, ഹിഹാച്ചിനെ എന്ത് ചെയ്താലും പുള്ളിക്കാരൻ മരിക്കൂല എന്ന് ഞാൻ പറയാനുള്ള റീസൺ നിങ്ങൾക്ക് ഹിഹാച്ചി മിഷിമയുടെ സ്റ്റോറിയിൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഉടനെ തന്നെ ആ വീഡിയോയുമായി വരുന്നവരെ ഇറ്റ്സ് മീ എക്സ്പ്ലെയിനി സൈനിങ് ഓഫ്. ബൈ.